ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ടി പത്മനാഭൻ. രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസിക രാജഹംസം. ഇന്ത്യയിലെ ആദ്യ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ഒരുങ്ങുന്നത് അട്ടക്കടി, കോയമ്പത്തൂർ. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഥുൻ മൻഹാസ്. ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം മികവാർന്ന പച്ചത്തുരുത്തുകൾ. അഴിമതി തടയാൻ ലോകത്തിലെ ആദ്യത്തെ AI മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയ. യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉടലെടുത്ത നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് സുശീല കാർക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ആദി സംസ്കൃതി. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലം കുമ്പിച്ചൽ കടവ് പാലം. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. ജെൻസി വിപ്ലവത്തെ തുടർന്ന് രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി. ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് CP രാധാകൃഷ്ണൻ. സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ തിരിച്ചു വിളിക്കുന്നതിനായി ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ.